BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. സംസ്ഥാനത്ത് റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഓഗസ്റ്റ് 1 വിപണി നിരക്കിലാണ് ഇന്നും വ്യാപാരം പുരോഗമിക്കുന്നത്. ഒരു പവൻ സ്വർണത്തിന് 280 രൂപ കുറഞ്ഞ് 1,05,760 രൂപയിലാണ് നിലവിൽ വിൽപ്പന നടക്കുന്നത്. ഗ്രാമിന് 35 രൂപയുടെ ഇടിവോടെ 13,220 രൂപയുമായി. ചിങ്ങമാസം ഉൾപ്പെടെയുള്ള വിവാഹ സീസൺ ആരംഭിക്കാനിരിക്കെ സ്വർണ്ണവില 1 ലക്ഷത്തിന് മുകളിൽ തുടരുന്നത് സാധാരണക്കാരുടെയും ആഭരണ പ്രേമികളുടെയും ബജറ്റിനെ താളം തെറ്റിച്ചിട്ടുണ്ട്. വിലവർധന കാരണം പലരും പഴയ സ്വർണം മാറ്റി വാങ്ങുന്നതിനും അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമാണ് മുൻഗണന നൽകുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കാണുന്നവർക്കും ഈ വിലക്കുറവ് ചെറിയ ആശ്വാസം നൽകുന്നുണ്ട്. സ്വർണം വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 5% മിക്ക ജ്വല്ലറികളും ഈടാക്കുന്നത്. എന്നാൽ ചെറുകിട സ്ഥാപനങ്ങളിൽ ഇത് വ്യത്യാസപ്പെടാം. പണിക്കൂലി, GST, ഹാൾമാർക്കിംഗ് നിരക്ക് എന്നിവ സ്വർണ്ണവിലയ്ക്കൊപ്പം ഉൾപ്പെടുത്തണം. ഇതോടെ ഇന്നത്തെ നിരക്കിൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ 1,10,000 രൂപയെങ്കിലും നൽകണം. അതേസമയം സ്വർണ്ണവിലയിൽ കുറവുണ്ടായെങ്കിലും സംസ്ഥാനത്ത് വെള്ളിവില മാറ്റമില്ലാതെ തുടരുകയാണ്. വിപണിയിൽ 1 ഗ്രാം വെള്ളിക്ക് 235 രൂപയും 10 ഗ്രാമിന് 2,350 രൂപയുമാണ് നിരക്ക്. ആഗോള വിപണിയിലെ ലഭ്യതക്കുറവ്, വ്യാവസായിക ആവശ്യങ്ങളിലെ വർധന, സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലുള്ള സ്വീകാര്യത എന്നിവയാണ് സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിരക്കിനെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യയിലെ ഇറക്കുമതി തീരുവയും നികുതി വ്യവസ്ഥകളും ആഭ്യന്തര വിപണിയിൽ വില കൂടാൻ കാരണമാകുന്നുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ വീണ്ടും ഉടലെടുത്ത സംഘർഷങ്ങൾ വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ജോർദാനിലെ US താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണവും തുടർന്ന് അമേരിക്ക ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തിയ തിരിച്ചടിയും ഭൗമരാഷ്ട്രീയ അന്തരീക്ഷം വഷളാക്കിയിട്ടുണ്ട്. ഇത്തരം യുദ്ധപ്രതീതികൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ വലിയ നിക്ഷേപങ്ങൾ സ്വർണത്തിലേക്ക് തിരിയുന്നത് വിലയെ പെട്ടെന്നുയർത്താൻ കാരണമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ രാജ്യാന്തര തലത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.